Hello guys, welcome back to Peak Time Learners. LBS MCA എൻട്രൻസ് എക്സാമിനേഷൻ 2024 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോട്ടോ സിഗ്നേച്ചർ എല്ലാം അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 3rd സ്റ്റേജ് ഓർ 4th സ്റ്റേജിലാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് ഫസ്റ്റ് വൺ SSLC സർട്ടിഫിക്കറ്റ്. അത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ സെക്കൻഡ് ഉള്ളതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നമ്മൾ കേരളൈറ്റ് ആണോ ഓർ നോൺ കേരളൈറ്റ് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. തേർഡ് വൺ അക്കാഡമിക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ പാസ് ഔട്ട് ആയവരാണെങ്കിൽ കൂടുതൽ പേർക്ക് റിസൾട്ട് വന്ന് കാണത്തില്ല. അപ്പോൾ അവർ ലാസ്റ്റ് സെം എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഓർ മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയല്ല ഡിഗ്രി പാസ്സായി ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി എന്നുള്ളവർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് സ്കാൻഡ് കോപ്പി ഓഫ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. ഇത് എല്ലാവർക്കും അല്ല, അപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കാം, നമ്മൾ അപ്ലിക്കബിൾ ആണെങ്കിൽ അവിടെ ഓപ്ഷൻ കാണാം, അപ്പോൾ സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അതും അപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമാണ്. പിന്നെ ഉള്ളത് ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്. പാരൻസ് ആർക്കെങ്കിലും ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ മെഡിക്കൽ ബോർഡ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വയ്ക്കണം. പിന്നെ ഉള്ളതാണ് സ്കാൻഡ് കോപ്പി ഓഫ് ഇൻകം ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ്. അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം. പിന്നെ ഉള്ളത് EWS സർട്ടിഫിക്കറ്റ്. അത് EWS റിസർവേഷന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രം ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ഇത് MC പ്രോസ്പെക്ട് PDF എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് SSLC സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. 6th സെം എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാത്തവർക്ക് ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. റിസൾട്ട് വന്നവർക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ഇത് 3 സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം അപ്ലിക്കബിൾ ആയിട്ടുള്ളവർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. സോ ദെൻ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒന്ന് വാലിഡിറ്റി നോക്കണം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് 1 year ആണ് വാലിഡിറ്റി ഉള്ളത്. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇത് രണ്ടിനും 3 years വാലിഡിറ്റി ഉണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റിന് 1 year ആണ് വാലിഡിറ്റി ഉള്ളത്. വാലിഡിറ്റി നോക്കി വേണം സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഇൻ ദ E-District ഫോർമാറ്റ് can also be used and certificates issued after the closing date of application will not be considered. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരാം. താങ്ക്